വയസ്സായി ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള റോഡ്. റിയാസിനും പ്രത്യേക അഭിനന്ദനം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനം. സർക്കാരിന് ഒരു തെളിവ് കുറി തന്നെ സാർ. അത്യാവശ്യം ഇന്ന് ഇപ്പം ചെയ്തിരിക്കുന്ന വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ്. കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും മികച്ച റോഡ് ഗതാഗത സംവിധാനമുള്ള നഗരം ഏതാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി മുതൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ റോഡുകളെല്ലാം സ്മാർട്ട് ആവുകയാണ്. അതുപോലെ സ്മാർട്ടായ തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ചെന്നിട്ട റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏറ്റവും മികച്ച റോഡ് എന്ന് എടുത്തു തന്നെ പറയാം. നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച റോഡ്, ഇന്ത്യയിലെ റോഡെന്ന് പോലും തോന്നിപ്പിക്കാത്ത വിധത്തിലാണ് ആ സ്മാർട്ട് റോഡ് തിരുവനന്തപുരം നഗരസഭ പൂർത്തിയാക്കിയത്. വളരെ രസകരമായിട്ടും വളരെ മികച്ച രീതിയിലുമാണ്. കാണേണ്ട കാഴ്ചകളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സ്മാർട്ടായ റോഡല്ലേ, ഏറ്റവും സൂപ്പറായിട്ടുണ്ട്. ഏറ്റവും സൂപ്പർ. ഞാൻ ഗൾഫിലിരുന്ന ആളാണ്. ഗൾഫിൻ്റെ അതേ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. വളരെ സന്തോഷം. ഏത് പാർട്ടി ആയാലും ഒരാൾ ചെയ്ത് നമ്മൾ സമ്മതിച്ചു, ശരി, നല്ല ഇതിൽ പോകുന്നു. റോഡൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്, എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. സർക്കാർ റോഡ് നല്ല റോഡാണ്. ഇതിൽ പരം നല്ലൊരു റോഡ് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് 61 വയസ്സായി ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള റോഡ്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു നേട്ടമായിട്ട് കണക്കാക്കും. കൃത്യമായിട്ട് നേട്ടമാണ്. നമ്മൾ എത്രയോ കാലം കൊണ്ട് ജീവിക്കുകയല്ലേ. ഇപ്പം നമ്മൾ പല റോഡുകളും കാണുന്നില്ലേ. ഇപ്പോൾ ഇന്ന് കണ്ട റോഡ് നമ്മളിത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നല്ല ഭംഗിയായിട്ടുള്ള റോഡാണ്. അപ്പം റിയാസിനും പ്രത്യേക അഭിനന്ദനം. പൊതുമരാമത്ത് മന്ത്രിക്കും പിന്നെ മേയർക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രത്യേക അഭിനന്ദനം. ഞാൻ കുറച്ച് യാത്ര ചെയ്ത് കൊള്ളായിരുന്നു. നല്ല അനുഭവമാണ് ഉള്ളത്. ഇപ്പോൾ നല്ല അനുഭവമാണ് ഉള്ളത്. നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നമ്മുടെ നാട്ടുകാരാണ് നശിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെ തെക്കോട്ട് വെള്ളയമ്പലം വരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് പ്രശ്നം. പിന്നെ അതുപോലെ ഈ വഴിയോര കച്ചവടക്കാർ കൊണ്ട് കടകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഭംഗി പോകും. അത് നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരിക്കും. ഗവൺമെൻറ് ഒരു സക്സസ് ആയിട്ട് തന്നെ അത് കണക്കാക്കുന്നു. ഗവൺമെൻറ് സക്സസ്. ഇത് ആക്ച്വലി ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇതല്ലേ രണ്ടുപേരും ഉണ്ടല്ലേ. പിന്നെ സർക്കാരിന് ഒരു തെളിവ് കുറി തന്നെ ഈ സാധനം. ഇത്രയും ലേറ്റായാലും മാറ്റങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. അത് പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും ഏത് സർക്കാരായാലും വരണം, വികസനം വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. നന്നായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒരു വിദേശ റോഡിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കേരളം മൊത്തത്തിൽ ആ ഒരു മാറ്റങ്ങൾ വരുന്നത് നല്ലത് തന്നെയാണ്. വളരെ സന്തോഷം. സർക്കാരിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് അത് സർക്കാരിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ലേറ്റായാലും അത്യാവശ്യം ഇന്ന് ഇപ്പം ചെയ്തിരിക്കുന്ന വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ്. നല്ല റോഡ്, ഇപ്പം നല്ല റോഡാണ്. നല്ല സർക്കാർ ഉണ്ടാക്കിയ റോഡെല്ലാം കൊള്ളാം. ഓടിക്കാനും നല്ല ഇത് സേഫ്റ്റിയായിട്ട് പോകുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ പണി ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാനും എല്ലാം നല്ല ഭംഗിയാണ്. താങ്ക് യു. ഇന്ന് മൊത്തത്തിൽ ഒരു 11 റോഡ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇന്ന് 11 റോഡ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ റോഡിലും ഞാൻ മിക്ക റോഡിലും എല്ലാ റോഡിലും ഞാൻ പോയിട്ടുണ്ട്. 10-17 വർഷമായി ഈ സിറ്റി കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്തെ മൊത്തം റോഡിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല അഭിപ്രായമുണ്ട്. നല്ല റോഡാണ്. കുറച്ച് ഭാഗങ്ങളെ ഇനി ക്ലിയർ ചെയ്യാനുള്ളൂ. ഇപ്പം സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും സർക്കാരിനും നഗരസഭയ്ക്കും ഒരു നല്ല നേട്ടമുണ്ട്. നല്ലൊരു ഇതാണ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ 12 സ്മാർട്ട് റോഡുകൾ ഉദ്ഘാടനമാണ് ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അത് ഏറ്റവും സുപ്രധാനമായ റോഡാണ് വെള്ളയമ്പലം മുതൽ ചെന്നിട്ട വരെ റോഡ്. കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ റോഡെന്ന് പറയാം. കേരള പോലീസിൻ്റെ ആസ്ഥാനം, കെൽട്രോണിൻ്റെ ആസ്ഥാനം, കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനം, സർവേ ഭവൻ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള റോഡ്. മാത്രവുമല്ല തിരുവനന്തപുരത്തെ ജനങ്ങൾ പറയുന്നത് ഇതുപോലത്തെ റോഡുകൾ ഇനിയും വേണമെന്നാണ്. മാത്രമല്ല ഇങ്ങനത്തെ റോഡ് കൊണ്ടുവരാൻ ഇനിഷ്യേറ്റീവ് എടുത്ത നഗരസഭയും പൊതുമരാമത്ത് വകുപ്പിനെയും റോഡ് ഫണ്ട് ബോർഡിനെയും അവർ അഭിനന്ദിക്കുന്നുമുണ്ട്. ഇതുപോലത്തെ റോഡുകൾ ഇനിയും വേണമെന്ന് പറഞ്ഞാണ് അവർ അവസാനിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തിന് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പദ്ധതി കൂടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. അതിലൂടെയാണ് ഈ റോഡ് വന്നിട്ടുള്ളത്. ഈ റോഡ് മികച്ചതാണെന്നും ഇതുപോലത്തെ റോഡ് ഇനിയും വേണമെന്നും മാത്രമല്ല ഈ റോഡ് മറ്റ് വിദേശ രാജ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണെന്നും ജനം പറയുന്നുണ്ട്. നമുക്കെന്തായാലും ഇതുപോലത്തെ മറ്റു വാർത്തകളിലേക്ക് ഇനിയും വീണ്ടും വരാം. നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് പ്രസ് മീൻ ടി വിക്ക് വേണ്ടി രാഹുലിനൊപ്പം അച്യുത് വിമൽ.